വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ സ്വന്തം നാടായ പുനലൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിനു മുമ്പ് പുനലൂരിൽ വന്നിട്ടുണ്ടാകുമെന്ന്. കാര്യം പാർശ്വവൽക്കരിക്കപ്പെട്ട കേരളത്തിലെ നഗരങ്ങളിൽ ഒന്ന് മാത്രമാണ് പുനലൂർ. ഞാനൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ തൊട്ടടുത്ത വാർഡാണ്, അവിടെ ഇലക്ട്രിസിറ്റി പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടുണ്ടായ ഗുണമെന്ന് വെച്ചാൽ ഒരു 130 വർഷത്തെ വേൾഡിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേണി മൊത്തം ഞങ്ങളുടെ ഗ്രാമത്തിലൂടെ അനുഭവിച്ചറിഞ്ഞു. ഇവിടെ പുനലൂരിലൂടെ ആദ്യം മീറ്റർ ഗേജിലൂടെ തീവണ്ടി കടന്നു പോകുമ്പോഴും, പുനലൂർ പേപ്പർ മില്ലിലൂടെ രാവിലെ 8 മണിക്ക് അതിൻ്റെ സൈറൻ മുഴങ്ങുമ്പോൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ അങ്ങോട്ട് ഒഴുകുന്നതൊക്കെ ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു ഭാഗമൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഗ്രാമത്തിൽ ആദ്യമായി ബസ് വരുന്നതും എല്ലാം അനുഭവിച്ച് ഇന്ന് വേൾഡിലെ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ തുടക്കം കുറിക്കുവാൻ ഈ ഗ്രാമത്തിന് സാധിച്ചു എന്നുള്ള ഒരു സത്യം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല. ഇറ്റ്സ് എ ഫാക്റ്റ്. ഇന്ന് നിങ്ങളെല്ലാം ഇവിടെ വിളിച്ചത് തന്നെ നിങ്ങൾക്കറിയാത്ത ഒരു ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഈ സ്ഥലം, നിങ്ങളിന്ന് ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലം ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലാസ് റൂമാണ്, ഫ്യൂച്ചറിസ്റ്റിക് ക്ലാസ് റൂമാണ്. നാളെ ലോകം മുഴുവൻ എല്ലാ യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും നിങ്ങൾ ദർശിക്കാൻ പോകുന്ന ക്ലാസ് റൂമാണിത്. ഇവിടെ അധ്യാപകൻ്റെ ആവശ്യമില്ല, എല്ലാം സിനിമയിലൂടെയാണ് നടക്കുന്നത്. ഇനി ഒരു അധ്യാപകന് ക്ലാസ് എടുക്കണമെങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യമില്ല. എനിക്ക് ദുബൈയിലിരുന്നുകൊണ്ടോ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നുകൊണ്ടോ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ അഡ്രസ്സ് ചെയ്യാം. ഞാൻ പറയുന്നത് എന്നെ അവർക്ക് ഈ സ്ക്രീനിൽ ഇവിടെ നിൽക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് ഒരു ക്ലോസ് ഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആര് സംസാരിച്ച് കഴിഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന ഈ ക്യാമറ ആ വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യും. എനിക്ക് അതിലും നന്നായിട്ട്, നിങ്ങളിപ്പം കാണുന്നതിലും നന്നായിട്ട് ക്ലോസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റും, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലെവൽ ഈസ് VR ഗ്ലാസ്സസ് ആർ കമ്മിങ്. അത് നിങ്ങൾക്ക് വേറൊരു ലോകം കയറുന്നു. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഈസ് ഗോയിങ് ടു എക്സ്പീരിയൻസ് ഹിയർ. എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. നിങ്ങൾ ഇന്ന് വരെ പഠിച്ച എഡ്യൂക്കേഷൻ സിസ്റ്റമേ അല്ല ഇത്. ഇവിടെ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ട് കേവലം 2 മാസമേ ഉള്ളൂ. മെയ് ഫസ്റ്റ് വീക്കിലാണ് ഇതിൻ്റെ ട്രയൽ റണ്ണ് തുടങ്ങിയത്. ജൂണിൽ ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ 18-ാം തീയതി മിനിസ്റ്റർ വരുന്നുണ്ട് അത് കാണുവാൻ വേണ്ടി. അതിനുശേഷമാണ് ഞങ്ങൾ മറ്റ് സ്കൂൾസിനെ എല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇവിടെ 5000 കുട്ടികളെ നമുക്ക് കരിയർ ഡിസൈൻ ചെയ്യുവാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇതെല്ലാം എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമായി കഴിഞ്ഞ 14 വർഷമായി ഞങ്ങൾ ചെയ്യുന്നൊരു പ്രോജക്റ്റിൻ്റെ അവസാനത്തെ റിയലൈസേഷൻ എന്ന് പറയാവുന്ന ഒരു പദ്ധതിയാണ്. ഈ പ്രോജക്റ്റ് ഇൻഡിവിഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ 10-12 വർഷമായി. 2015 ഫസ്റ്റ് ഇതിൻ്റെ കാർണിവൽ തന്നെ നടക്കുന്നത്. അതിന് മുമ്പ് തന്നെ എൻ്റെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതും നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഈ പ്രോജക്റ്റ് ഇൻഡിവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിചാരിക്കും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് മോളിവുഡിനെയും ടോളിവുഡിനെയും കോളിവുഡിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ ഇൻഡസ്ട്രിയാക്കി ഹോളിവുഡിൽ മുകളിൽ കൊണ്ടുപോകുന്ന പ്രോജക്റ്റ് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവലിനേക്കാളും വലിയൊരു ഫിലിം കാർണിവൽ രാമോജി ഫിലിം സിറ്റിയിൽ നടത്തിയതൊക്കെ ആയിരിക്കും നിങ്ങൾക്കറിയാവുന്നത്. 110 രാജ്യങ്ങളിൽ നിന്നുള്ള സെലിബ്രിറ്റീസ് വന്നതൊക്കെ ആയിരിക്കും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെ ഈ ഒരു നേഷൻ ബിൽഡിങ്ങിൻ്റെ ഒരു വിഷൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എന്തിന് സിനിമയെ യൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയ്ക്ക് അതുപോലെ ഒരു മാഗ്നറ്റിക് പവറുണ്ട്. ഇന്ത്യയിലെ ബില്യനേഴ്സിനെ മുഴുവൻ ഒരു കുട കീഴിൽ കൊണ്ടുവരണമെങ്കിൽ ഇന്ന് മറ്റൊരു ടൂളില്ല. കാര്യം രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും എല്ലാം നമ്മൾ പലതട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അവിടെ സിനിമയ്ക്ക് മാത്രമാണ് ഇവരെ എല്ലാം ഒരു അംബർലയുടെ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഷാരൂഖ് ഖാൻ ഒരു ഡിന്നറിന് വിളിച്ചാൽ അവിടെ ഇന്ത്യയിലെ ഏത് ബില്യണറും അവരുടെ രാഷ്ട്രീയ ചിന്താഗതിയോ മതചിന്താഗതിയോ ഒന്നും നോക്കാതെ എത്തും. അതാണ് സിനിമയുടെ പവർ. ഞങ്ങളത് ഉപയോഗിച്ചുകൊണ്ടാണ് രാമോജി ഫിലിം സിറ്റിയിൽ ഇതിൻ്റെ യാത്ര തുടങ്ങുന്നതും. ഞങ്ങളുടെ വിഷൻ ഒന്നുമില്ലായിരുന്നു. രാജ്യം മാറണമെങ്കിൽ നമ്മളെല്ലാം വിചാരിക്കുന്നത് ഏറ്റവും തെറ്റായൊരു കാഴ്ചപ്പാടാണ്, ഇവിടെ ഗവൺമെൻറ് മാറിയാൽ രാജ്യം മാറുമെന്ന്. അതൊന്നുമില്ല. ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഗവൺമെൻറ്റിന് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കാൻ സാധിക്കും, കിട്ടുന്ന ടാക്സ് പല രീതിയിൽ ചിലവഴിക്കാൻ പറ്റും. പക്ഷേ ടാക്സ് എവിടെ നിന്ന് വരുന്നു? ടാക്സ് വരണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ് ബൈ ഹൂം? Should be created by the corporate firms, the billionaires community,
അവരാണ് ഏറ്റവും മുകളിൽ, എക്കണോമി മുഴുവൻ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അവരുടെ കീഴിൽ മില്യനേഴ്സ് വരുന്നു, അതിൻ്റെ കീഴിൽ അപ്കമിങ് ഓൺട്രപ്രണേഴ്സ് വരുന്നു. അവരിലൂടെയാണ് ഓൾ ജോബ്സ് ആർ ഗെറ്റിംഗ് ക്രിയേറ്റഡ്. ഒരു കർഷകൻ ഒരു ഗ്രാമത്തിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ പോലും അത് കൺസ്യൂമറുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന വ്യക്തികളിലൂടെയൊക്കെ കടന്നു പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് സിസ്റ്റം. അവിടെയാണ് 2 രൂപയ്ക്ക് കർഷകൻ ഉണ്ടാകുന്നത് 40 രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്നതും ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഈ മില്യനേഴ്സും ബില്യനേഴ്സും എല്ലാം അതിൻ്റെ ഭാഗമാവുന്നതും എടുക്കുന്നതും കർഷകനൊന്നും കിട്ടാതെ പോകുന്നതൊക്കെ. പക്ഷേ ഇതിനെല്ലാം ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് ഉള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അവിടെ ദ റിയൽ നേഷൻ ബിൽഡിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ എവറി വൺ ഷുഡ് ഹാവ് എ കോമൺ ടാർഗറ്റ്. ദേ ഷുഡ് ഓൾ ബ്രിങ് ടുഗദർ ഓൺ ടു എ കോമൺ പ്ലാറ്റ്ഫോം, especially the billionaires. So we need to create a billionaires community. It is their responsibility to create the millionaires community. So അങ്ങനെയാണ് ഇന്ത്യവുഡ് ബില്യനേഴ്സ് ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും രാമോജി ഫിലിം സിറ്റിയിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിനിമയോട് താല്പര്യമുള്ള ബില്യനേഴ്സിനെയാണ് ആദ്യം ഞങ്ങൾ അവിടേക്ക് കൊണ്ടുവരുന്നത്. അവരിലൂടെയാണ് അത് സ്പ്രെഡ് ചെയ്യേണ്ടത്. ഇന്നതിന് കേരളം, തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ദുബായ് എല്ലായിടത്തും ചാപ്റ്റേഴ്സായി. ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ $1 = 1 രൂപ. കേൾക്കുമ്പം വിചാരിക്കും നാളെ ഡോളർ 1 രൂപയായിട്ട് മാറുമെന്ന്. ഒരു രൂപ $10 ആയിരുന്നൊരു കാലമുണ്ടായിരുന്നു നമുക്ക്. 1920 ഒരു രൂപയെന്ന് പറഞ്ഞാൽ $10 ആയിരുന്നു. അത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയമായപ്പോഴത്തേക്ക് അത് ഏകദേശം 1:1 ആയി. ഇന്ന് 100 അടുക്കുന്നു. പക്ഷേ ഇതിനെ എങ്ങനെ തിരിച്ച് $1 1 രൂപയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ മറ്റ് റോക്കറ്റ് ടെക്നോളജിയൊന്നുമില്ല. നമ്മളുടെ ഫോറിൻ മണി ഔട്ട്ഫ്ലോയും തമ്മിൽ മാച്ച് ആവുന്ന സമയത്ത് ദ മണിയുടെ ഡിവാല്യുവേഷൻ വിൽ സ്റ്റോപ്പ്. ആദ്യം ഈ ഡോളറിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഫോള് വി നീഡ് ടു അറസ്റ്റ്. അപ്പോൾ അതിന് നമ്മുടെ എക്സ്പോർട്ട് നമുക്ക് കൂട്ടണം, ഇമ്പോർട്ട് കുറയ്ക്കണം. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. നമ്മുടെ എക്കണോമിക് ബക്കറ്റിലെ ഡ്രെയിൻ ഹോൾസ് അടച്ചിട്ട് അത് ഫില്ല് ചെയ്യുന്നത് കൂട്ടണം. അപ്പോൾ അതിനെങ്ങനെ സാധിക്കും? അതിന് ദ ബില്യനേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. കൺസ്യൂമർ എന്നുള്ള രീതിയിൽ ഓരോ പൗരനും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന ഓക്കെ ആസ് എ ബ്ലോഗേഴ്സിന് നിങ്ങൾക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ പറ്റും ഒരു മെസ്സേജ്. പക്ഷേ ആസ് ആൻ ഇൻഡിവിജ്വൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ദിവസം നിങ്ങൾ കത്തിക്കുന്ന ഫ്യൂവല് നിങ്ങൾ അത് പകുതിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു കോൺട്രിബ്യൂഷനാണ്. കാര്യം ഇന്ത്യയുടെ എക്കണോമിയുടെ മേജർ 3 ഡ്രെയിൻ ഹോൾസിലൊന്നാണ് ഫ്യൂവൽ. അപ്പോൾ അവിടെ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ, പലതുള്ളി പെരുവെള്ളം, നമ്മളുടെ ഈ ഇന്ത്യയിലെ 1.45 ബില്യൺ പീപ്പിളും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് കുറയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാഹനങ്ങളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഓഫീസിൻ്റെ അടുത്തേക്ക് താമസം മാറ്റണം, വണ്ടി എടുക്കാതെ നോക്കണം. ഇതൊക്കെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് സക്സസ്ഫുള്ളാക്കി കഴിഞ്ഞുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഞങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി, അതാണ് ഇത്രയും സമയമെടുത്തത്. ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത്, ഞങ്ങളുടെയൊക്കെ ഹെഡ് ഓഫീസ് ദുബൈയിലാണ്. അവിടെയൊക്കെ 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് എല്ലാവരും താമസിക്കുന്നത്. ഇവിടെ ഈ ഐക്യകോണത്ത് മിക്കവാറും എല്ലാവരും വാക്കിംഗ് ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ ഒരു ദേഹാവ് ഇലക്ട്രിക് സ്കൂട്ടറിൽ പോയി എന്ന് പോകുന്നതാണ്. ഞങ്ങളാരും ഇന്ത്യൻ എക്കണോമിയെ ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യില്ല. കാര്യം ഓരോരുത്തർക്കും വിഷനുണ്ട്. അപ്പം ഞങ്ങൾക്കിത് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റണം. ആസ് എ ബ്ലോഗർ നിങ്ങൾക്ക് ഈ മെസ്സേജ് മറ്റൊരാളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ടു 100,000 or 1,000,000. ദാറ്റ് ഈസ് യുവർ പവർ. ഇതൊക്കെ ടെസ്റ്റ്, എവറിത്തിങ് ഈസ് ടെസ്റ്റഡ്, എവറിത്തിങ് ഈസ് പ്രൂവ്ഡ്. നിങ്ങളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞ് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ, എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഈ ഹൈപ്പർ മാർക്കറ്റ് വരുമ്പോൾ, നമ്മളുടെ കൺവെൻഷണൽ ഇന്ത്യൻ പ്രോഡക്ട്സ് ഒക്കെ മാറ്റിയിട്ട് അവിടേക്കാണ് ഈ ഫോറിൻ പ്രോഡക്ട്സ് കൊണ്ടുവന്ന് നമുക്ക് കയ്യെത്താവുന്ന ദൂരത്ത് വെക്കുന്നത്. നമ്മൾ പോയി സ്ട്രെയിറ്റ് അവേ എടുക്കുകയാണ്. നിങ്ങൾ MRP മാത്രമല്ല നോക്കേണ്ടത്, എവിടെയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്, ഇന്ത്യൻ പ്രോഡക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് the moment you switch over from a foreign product to Indian product, that is your contribution. നമ്മളുടെ ഡിഫൻസ് ബഡ്ജറ്റ് കുറയ്ക്കണമെങ്കിൽ ഇന്ത്യയിൽ സമാധാനം ഉണ്ടാവണം. സമാധാനം ഉണ്ടാവാത്തിടത്തോളം കാലം നമ്മൾ അടുത്ത ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഡിഫൻസ് ബഡ്ജറ്റ് കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് വി നീഡ് ടു ഇൻവെൻറ്റ്. ഇതിനും ബില്യനേഴ്സാണ് വിചാരിക്കേണ്ടത്. പക്ഷേ അവിടേക്ക് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇന്നോവേറ്റ് ഈ പ്രോഡക്ട്സ്, ഡിഫൻസ് ഒരു ഐറ്റം, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും പ്രോഡക്ട്സിലേക്ക് ഇന്നോവേറ്റീവായിട്ടൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ചേഞ്ച്. കാര്യം ഒരു 10-20 വർഷത്തിന് മുമ്പുള്ള ഡിഫൻസ് എക്യുപ്മെൻറ്റ്സിനൊന്നും ഇന്നൊരു പ്രസക്തിയില്ല. എല്ലാം ചേഞ്ചിങ്, ടെക്നോളജി ഈസ് ചേഞ്ചിങ്, എവറിത്തിങ്. അപ്പോൾ അവിടെയൊക്കെ എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഈ മെസ്സേജ് അന്യരിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ
അടുത്ത ജനറേഷനിൽ നിന്ന് വി നീഡ് ടു ക്രിയേറ്റ് ദ റിയൽ ടാലൻറ്റ് ആൻഡ് പാഷൻ ഉള്ളവരെ റൈറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുപോകണം. അതിനാണ് കരിയർ ഡിസൈൻ. വി നീഡ് ടു ഹാവ് ദ പ്രോപ്പർ കരിയർ ഡിസൈൻ. നമ്മളുടെ അക്കാഡമിക്സിൽ ഇന്ന് നടക്കുന്നത് ഏറ്റവും ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയ ഡ്രെയിൻ ഹോൾ ഏതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നമ്മുടെ അക്കാഡമിക് രംഗമാണ്. കേരളത്തിൽ തന്നെ നമ്മളുടെ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് നമ്മൾ അധ്യാപനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്? പക്ഷേ എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങളും ഞാനും എല്ലാം അതിൻ്റെ വിക്ടിംസാണ്. എൻ്റെ റിയൽ ടാലൻറ്റും പാഷനും ഉള്ളിടത്തല്ല ഞാൻ പോയി എൻഡ് ചെയ്തത്. പക്ഷേ ഞാൻ ഇന്ന് അത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോവാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പഠിക്കുന്ന കാലത്ത് ഈ ബ്ലോഗേഴ്സ് ആവുമെന്ന് തീരുമാനിച്ചായിട്ട് എനിക്കറിയില്ല. ഇവരൊക്കെ ഡെസ്റ്റിനി ഹാസ് ടേക്കൺ യു ടു ദാറ്റ് പോസ്റ്റ്. ഇത് തന്നെയാണ് നടക്കുന്നത്. 50,000 മണിക്കൂർ നിങ്ങളെല്ലാം സ്പെൻഡ് ചെയ്തിട്ട് എവിടെ നിങ്ങൾ എത്തി നിൽക്കുന്നു? എന്തിനാണ് പിന്നെ ഈ 50,000 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്തത്? 50,000 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും നിങ്ങൾക്കിനി തിരിച്ച് കിട്ടത്തില്ല. നിങ്ങളുടെ 5 കോടി രൂപ പോയിരുന്നെങ്കിൽ വിഷമമില്ല. കാര്യം 5 കോടി ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് 15 കോടി ഉണ്ടാക്കാം. പക്ഷേ ഈ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ലൈഫിലെ ഏറ്റവും നല്ല സമയം, ദ ബ്രെയിൻ എല്ലാം അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സ്പോഞ്ച് പോലുന്ന ബ്രെയിൻ നിങ്ങൾക്കുണ്ടായിരുന്ന ആ സമയത്തെയാണ് ഒരു കാര്യവുമില്ലാതെ എന്തൊക്കെയോ പഠിച്ച് ഒരു ആപ്ലിക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം ഒരു ആപ്ലിക്കേഷനും അതില്ല. കാര്യം ഇൻഡസ്ട്രി എന്താണെന്ന് കാണാത്തവരാണ് ഈ പഠിപ്പിച്ചു വിട്ടത്. ഞാൻ ഒരു അധ്യാപക കുടുംബത്തിൽ നിന്ന് വന്നതാണ്. എൻ്റെ പേരൻസും അച്ഛനും അമ്മയും സഹോദരൻ സഹോദരിയൊക്കെ അധ്യാപകരാണ്. അപ്പോൾ എനിക്കറിയാം ഒരു അധ്യാപക കുടുംബത്തിൽ എന്താണ് നടക്കുന്നതെന്ന്. 10-30 വർഷത്തിന് മുമ്പുള്ള പഠിച്ച കാര്യങ്ങൾ തന്നെ വന്നിരുന്നു വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നു. ഒന്നും പുതുതായിട്ട് പഠിപ്പിക്കുവാൻ പലരും ശ്രമിക്കാറില്ല. ചിലപ്പോൾ 1-2% ആൾക്കാരുണ്ട് ഇതിനകത്ത് ടാലൻറ്റഡ് ആൻഡ് പാഷനായിട്ടുള്ള എല്ലാ ഫീൽഡിലും. അത് എല്ലാ മേഖലയിലും, അധ്യാപനത്തിൽ മാത്രമല്ല. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാലും ഡോക്ടറാവാൻ ഒരു വിധ യോഗ്യതയും ഇല്ലാത്തവരാണ് ഇന്നത്തെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. കാര്യം ഒരു കാലത്ത് നമ്മൾ ഈശ്വരനെ പോലെ ആരാധിച്ചവരാണ് ഡോക്ടേഴ്സ്. ഇന്ന് ആ ഡോക്ടേഴ്സാണ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുവാനുള്ള ഒരു സിസ്റ്റത്തിൻ്റെ മെയിൻ ഭാഗമായിട്ട് മാറിയിരിക്കുന്നത്. ഒരു എത്തിക്സും ഇല്ല. പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. ഇവിടെ ഇരുന്ന് ഞാൻ കഴിഞ്ഞ ദിവസം മെഡിക്കൽ അവാർഡ്സ് ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഒരാൾക്ക് എണീറ്റ് നിന്ന് അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റിയില്ല. വിത്ത് പോയിൻറ്റ്സാണ് സംസാരിച്ചത് എന്താണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനെല്ലാം മാറ്റം കുറിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഡിഫറെൻറ്റ് മേഖലയിൽ ഉള്ളവരെ കൊണ്ടുവന്നിട്ട് ബോധവൽക്കരണമാണല്ലോ ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് സാമ്പിൾ മോഡൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലാസ് റൂമിൽ നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച കരിയർ ഡിസൈൻ പ്രോഗ്രാമാണ്. നമ്മുടെ റിസർച്ച് വിങ് മുഴുവൻ ചെയ്യുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ നടക്കുന്നത് ചൈനയിലും ജപ്പാനിലും ഫിൻലാൻഡിലൊക്കെയാണ്. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്തിട്ട് അതിൻ്റെ അപ്പുറത്ത് വെച്ചുകൊണ്ടാണ്. ഞങ്ങൾ ഇൻഡസ്ട്രിയൽ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് വരുന്നത്. കാര്യം ഈ 20 വർഷം പഠിച്ചിറങ്ങി ചെല്ലുന്നത് ഇൻഡസ്ട്രിയിലാണ്. ഇൻഡസ്ട്രിയിൽ ഇന്ന് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്? ആദ്യത്തെ കപ്പിൾ ഓഫ് ഇയേഴ്സിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാവിധ നഷ്ടങ്ങൾ, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി വരുന്ന ഫ്രഷേഴ്സ് ഉണ്ടാക്കുന്ന നഷ്ടങ്ങളാണ് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ തലവേദന. അതിനെ എങ്ങനെ കുറയ്ക്കാം? നമ്മൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഏത് ഇൻഡസ്ട്രിയിൽ ചെല്ലണം അതിനനുസരിച്ച് ഞാൻ ഫൈൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ദ വെരി ഫസ്റ്റ് ഡേ ഐ ക്യാൻ ജോയിൻ ദ റൈറ്റ് ഇൻഡസ്ട്രി വേർ ഐ ഹാവ് ടാലൻറ്റ് ആൻഡ് പാഷൻ. ഈ ഒരു വിഷനിലാണ് നമ്മൾ ഈ കരിയർ ഡിസൈൻ ചെയ്യുന്നത്. കറക്റ്റ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ കൈവിട്ടു പോകുന്ന ഒരു ഗെയിമാണിത്. പക്ഷേ കുട്ടികളെ നമ്മൾ 3 വയസ്സിലാണ് ഇവിടെ നിന്ന് ഞങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 years to 23 ആണ് ഇതിൻ്റെ ആ ഒരു പീരീഡ്. എക്സിസ്റ്റിംഗ് അക്കാഡമിക് സിസ്റ്റത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരാരും അക്സെപ്റ്റ് ചെയ്തില്ല. കാര്യം ഇത് അക്കാഡമിക്സ് ഈസ് കൺട്രോൾഡ് ബൈ എ ഗ്രൂപ്പ്. അവരാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് ആൾക്കാരെ കാണിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ജോലി കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ സമയം എടുക്കും, നിങ്ങളുടെ പോക്കറ്റിൽ പൈസ എടുക്കും. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ ഒരു ദിവസം പോലും വർക്ക് ചെയ്യാത്തവരാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ആൾക്കാർ മോൾഡ് ചെയ്യുന്നത്. അൺഫോർച്യുനേറ്റ്ലി ഇൻഡസ്ട്രി നെവർ ഹാഡ് എ സിസ്റ്റം ചൂസ് അനദർ. അപ്പോൾ ഒരു പ്ലാൻ ബി ഇല്ലായിരുന്നു. ഈ അക്കാഡമിക്സ് എന്ന് പറഞ്ഞ കാര്യത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഞങ്ങളുടെ HR ഡിവിഷൻസ് വർക്ക് ചെയ്യുന്നത്. കാര്യം ഒരു ഇൻ്റർവ്യൂവിന് ഒരാളെ വിളിക്കുന്നത് ഇപ്പോൾ 1000കണക്കിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ഒരു പോസ്റ്റിലേക്ക് വിളിക്കുമ്പോൾ അതിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ ഒന്നും സ്ഥാപനത്തിലെ ഒരു എംപ്ലോയിയുടെ പോലും സർട്ടിഫിക്കറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവർ ജയിച്ചോ തോറ്റോന്ന് പോലും വി ആർ ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ഇറ്റ്. ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ എല്ലാം റെക്കമെൻഡേഷനിലാണ് വരുന്നത്. ഓരോ എംപ്ലോയിയും ആരെങ്കിലും ഒരാളെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ആൾ നമുക്ക് വേണ്ടതാണോ അല്ലാത്തതാണോ അറിയാം.
അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 25 ഫിൽറ്റേഴ്സ് ഉണ്ട്. ആ 25 ഫിൽറ്റേഴ്സ് 24 മണിക്കൂറിലാണ് നടക്കും. അത് സോഷ്യൽ മീഡിയ വെരിഫിക്കേഷൻ. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ കയറി ഇവരുടെ അതിന് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്. AI ഒക്കെ ഉപയോഗിച്ചിട്ട് ഫുൾ സെർച്ച് ചെയ്യുമ്പം ഈ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പിടികിട്ടും. ഒരു മൊബൈലിനകത്ത് 2 minutes ദേ നീഡ് ടു ടോക്ക്. അത് കാണുമ്പം തന്നെ, ആ വീഡിയോ റെസ്യൂമേ കാണുമ്പം തന്നെ ഹിസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രസൻറ്റേഷൻ സ്കിൽ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ദെൻ ദർ ഇസ് എ ഹാൻഡ് റൈറ്റിംഗ് വെരിഫിക്കേഷൻ. പുള്ളി ക്രിമിനലാണോ അല്ലാത്തതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇത്രയും ഫിൽറ്റേഴ്സ് നടത്തിയിട്ടാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഈ ഓരോ വ്യക്തിയുടെയും കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടാലൻറ്റ് ആൻഡ് പാഷൻ. അവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ 50,000 മണിക്കൂർ പഠിച്ചതിൽ 45,000 മണിക്കൂറും അബ്സല്യൂട്ട് വേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയെ കറക്റ്റ് മോൾഡ് ചെയ്ത് റൈറ്റ് ടാലൻറ്റ് ആൻഡ് പാഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്ക് 500, 1000, 1500 മണിക്കൂറിൻ്റെ ഡിഫറൻറ്റ് സ്ലാബ്സാണ്. ഒരു ബോയിങ് പൈലറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ 1500 മണിക്കൂർ മതി. ഒരു കമാൻഡോയെ ക്രിയേറ്റ് ചെയ്യാൻ 1500 മണിക്കൂർ മതി. ഒരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറിനെ ക്രിയേറ്റ് ചെയ്യാൻ 1000 മണിക്കൂർ മതി. മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ 500 മുതൽ 500, 1000, 1500, 2000 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ഇൻസ്ട്രുമെൻസിനും വേണ്ട ടൈം. ഇങ്ങനെ ഓരോന്നിനും ടൈം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ടൈം ബേസ്ഡ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് ഈ അക്കാഡമിക്സിൽ ഒരാൾ പോലും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ടൈം ഈസ് മണി. അവിടെ ഓരോ മിനിറ്റും കൗണ്ട് ചെയ്യണം എന്നുള്ളതും ഓരോന്നിനും എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതും എങ്ങനെ ടൈമിനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതും ഈ അക്കാഡമിക്സിൽ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വി ആർ ഗിവിങ് ദ ട്രെയിനിങ്. ഇപ്പോൾ ഇതിനു വേണ്ടി എല്ലാ സ്കൂൾസിൽ നിന്നും കോളേജസിൽ നിന്നും എഡ്യൂക്കേഷൻ ടൂർസ് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. ആ ടൂറിൽ ഇവർക്ക് ഇവിടെ വരാം. ഒരു 4 hours കൊണ്ട് അവരുടെ ബേസിക് ട്രെയിനിങ് നമ്മൾ നടത്തി ഇതിനെക്കുറിച്ചൊരു അവയർനെസ്സും കൊടുത്ത്, ഇപ്പോൾ ഇവിടുത്തെ ഒരു ട്രെയിനിങ് സിസ്റ്റം തന്നെ പറയാം. ഒരു നോർമൽ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ കുട്ടികളുടെ മുന്നിലേക്ക് നമുക്ക് ഇൻഡസ്ട്രീസ് ഓപ്പൺ ചെയ്യണം. സാറിന് ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെയും കൊണ്ട് ഈ അക്കാഡമിഷ്യൻസ് ചില ഫാക്ടറിയിലൊക്കെ പോകും. അവിടെ നിന്നും കൊണ്ടുപോയിട്ട് അവിടെ നോർമൽ ഓപ്പറേഷൻ നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലും കുറേ സ്കൂളിൽ നിന്ന് പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓപ്പറേഷനെ ബാധിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അപ്പം ആവശ്യമില്ലാത്ത കുറച്ച് സ്ഥലത്തൂടെ കയറ്റി ഇറക്കിയിട്ട് അവരുടെ ലിസ്റ്റിനകത്ത് ഇൻഡസ്ട്രിയൽ വിസിറ്റ് കഴിഞ്ഞു. അങ്ങനെയല്ല. ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തണമെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ ഇൻ ആൻഡ് ഔട്ട് അറിയണം. ഓഫ് ഷോർ ഇൻഡസ്ട്രിയിലേക്ക് പോകണമെങ്കിൽ അതിനകത്ത് ഒരു റിഗിനകത്തോ ഒരു പ്ലാറ്റ്ഫോമിനകത്തോ കയറി ഇറങ്ങി വരണം. ഇതൊന്നും ഒരിക്കലും ഒരു കുട്ടിക്ക് പറ്റില്ല. ഒരു റിഫൈനറിക്കകത്തേക്ക് ആരും കയറ്റിവിടില്ല. ഒരു വലിയ ഷിപ്പിനകത്തേക്ക് പോകണമെങ്കിൽ കയറ്റിവിടില്ല. അതേസമയം ഈ കാര്യങ്ങൾ മൊത്തം നമുക്ക് ഇന്ന് AI ഉപയോഗിച്ച് എല്ലാ വാക്ക് ത്രൂവും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇത് ഈ സ്ക്രീനിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിലൂടെയാണ് ഓരോ ഇൻഡസ്ട്രി ഇവരുടെ മുന്നിൽ ഓപ്പൺ ആക്കുന്നത്. അത് തന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് മൂവീസ് നമ്മൾ സെലക്ട് ചെയ്യണം. ഞങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ഇവിടെ ആദ്യം കാണിച്ചത്, ഞങ്ങൾക്ക് 1 മണിക്കൂറാണ് ഈ ക്ലാസ് ഒരു ദിവസം. അങ്ങനെ ഒരു മാസം 10 ക്ലാസ്സേ ഉള്ളൂ. ആദ്യത്തെ ദിവസം നമ്മൾ കാണിക്കുന്നത് ഗ്രാവിറ്റി മൂവിയുടെ ട്രെയിലറാണ്. ഇത് കഴിഞ്ഞ് അസൈൻമെൻറ്റായിട്ട് പോകുന്നത് ദറ്റ് മൂവി ദേ ഷുഡ് വാച്ച്, അല്ലെങ്കിൽ വീക്കെൻഡ് ഇവിടെ മൂവി ക്ലബ്ബുണ്ട്, ഇവിടെ വന്നിട്ട് ആ മൂവി കാണാം. ഗ്രാവിറ്റി മൂവി കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഓപ്പണിംഗ് ദ സ്പേസ് ഇൻഡസ്ട്രി ഇൻ ഫ്രണ്ട് ഓഫ് ദം. ഇങ്ങനെ ഓരോ ആഴ്ചയിൽ ഓരോ ഇൻഡസ്ട്രി വി ആർ ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 1 വർഷമാകുമ്പം ഒരു 50 ഇൻഡസ്ട്രി ഇവരുടെ മുന്നിൽ വരും. ഒരു 2 വർഷമാകുമ്പോൾ 100 ഇൻഡസ്ട്രി വരും. ഇതിൽ ഏതോ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കുട്ടിക്ക് താല്പര്യം വരും. അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ലെവൽ 2, ലെവൽ 3യിലേക്ക് പോകുന്നത്. ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ നാളെ 50 ഡയറക്ഷനിൽ പോകേണ്ടതാണ്. ഈ 50 പേർക്ക് 50 ഡിഫറെൻറ്റ് സിലബസാണ് വേണ്ടത്. അപ്പോൾ അത് കുട്ടികളെ കൊണ്ട് തന്നെ ഏതാണ് അവരുടെ ഫീൽഡ്, അവരെ കൊണ്ട് തന്നെയാണ് അവരുടെ സിലബസ് ഡിസൈൻ ചെയ്യിക്കുന്നത്. ഇവിടുത്തെ എക്സാംസിൻ്റെ സിസ്റ്റം സാധാരണ പോലെയല്ല. ഈ അക്കാഡമിക്സിൽ നടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ആൻസർ എഴുതലല്ല. നിങ്ങൾ കണ്ടെത്തിയ ഫീൽഡിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിലൂടെയാണ് പഠിക്കുന്നത്. ഇതിൻ്റെ കണ്ടൻറ് ക്രിയേഷൻ, ന്യൂട്ടൺസ് ലോ നിങ്ങൾക്ക് പഠിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ ആദ്യം പഠിപ്പിക്കുന്ന കണ്ടൻറ് ക്രിയേഷനാണ്. അത് കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യാനുള്ള സ്റ്റുഡിയോ ഉണ്ട്, AI മെത്തേഡിൽ ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ട്. ഇങ്ങനെ അടുത്ത ഒരു ജനറേഷനെ വാർത്തെടുക്കണമെങ്കിൽ ഇതൊരു 20 വർഷത്തെ പ്രോസസ്സാണ്. പക്ഷേ ചിലർ ഓൾറെഡി 12ാം ക്ലാസ്സിൽ എത്തിയവരൊക്കെ ഉണ്ട്. അപ്പം എല്ലാ വിഭാഗത്തിനുമായിട്ട് ഒരു ദിവസത്തെ ട്രെയിനിങ് തൊട്ട് ഒരാഴ്ചത്തെയുണ്ട്, 2 ആഴ്ചത്തെയുണ്ട്, 1 മാസത്തെയുണ്ട്, 3 മാസത്തെയുണ്ട്, 1 വർഷത്തെയുണ്ട്, 5 വർഷത്തെയുണ്ട്, 10 വർഷത്തെയുണ്ട്, 20 വർഷത്തെയുണ്ട്. ഇതെല്ലാം ഇവിടെ ഡിഫറെൻറ്റ് സ്കീമിലുണ്ട്. ഇതൊരു മോഡലാണ്.
ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഗ്രാമത്തിന് വേണ്ടി, എൻ്റെ നാടിന് വേണ്ടി. ഇത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ വിഷൻ അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലുള്ള എല്ലാ നിയമസഭാ മണ്ഡലത്തിലും മിനിമം ഒരു സെൻറ്റർ ഉണ്ടാവണം. ഒരു സെൻറ്റർ ഉണ്ടെങ്കിൽ 5000 കുട്ടികൾ വരെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഒന്നും നമ്മൾ ബാധിക്കുന്നില്ല. അത് സ്കൂളിൽ പോകേണ്ടവർ പോട്ടെ. ഇവിടുത്തെ ക്ലാസ് നടക്കുന്നത് മോർണിംഗ് 6:30 സ്റ്റാർട്ട് ചെയ്യും, 6 തൊട്ട് 8:30 വരെ. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകേണ്ടവർക്ക് പോകാം. അതിനുശേഷം നടക്കുന്നതാണ് ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഈ സ്റ്റഡി ടൂറിനായി വരുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് അതിനുശേഷമുള്ളത്. പിന്നെ ഷോർട്ട് ടൈം കോഴ്സസ്, ഇങ്ങനെയുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ഇത് എല്ലാ നിയമസഭാ മണ്ഡലത്തിലും വന്നു കഴിഞ്ഞാൽ കേരള ഈസ് കംപ്ലീറ്റ്ലി ചേഞ്ച്, ഇന്ത്യ ഈസ് കംപ്ലീറ്റ്ലി ചേഞ്ച്. നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ കറക്റ്റ് വാർത്ത് ഇൻഡസ്ട്രിക്ക് പറ്റിയതായിട്ട് മാറ്റും. എസ്പെഷ്യലി AI ഈസ് നൗ ചേഞ്ചിങ് ദ എൻറ്റയർ തിങ്. നമ്മൾ കാണുന്ന ലോകമല്ല ഇനിയുള്ളത്. ഞങ്ങൾ പോലും ഓരോ ദിവസവും ഞങ്ങളുടെ എംപ്ലോയീസിനെ എല്ലാവരെയും വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ എംപ്ലോയീസിനും ഒരു വർഷം 50 മണിക്കൂർ ട്രെയിനിങ് മാൻഡേറ്ററിയാണ്. അതിൽ 25 മണിക്കൂർ AI ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. അവർ 2 വർഷം അതേപോലെ ട്രെയിനിങ് നടത്തി കഴിയുമ്പോൾ അവർക്ക് ഡിപ്ലോമ കിട്ടുന്നു, 4 വർഷം കഴിയുമ്പോൾ ഡിഗ്രി, 5 വർഷം കഴിയുമ്പോൾ മാസ്റ്റേഴ്സ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി, വേൾഡിൽ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്തു. 14 വർഷം എടുത്തു ആ യൂണിവേഴ്സിറ്റിയെ ദ ഓക്സ്ഫോർഡ് ഓഫ് ദ ഇൻഡസ്ട്രി ആയിട്ട് മാറ്റിയാണ്. അതാണ് എയിംറി. ഇന്ന് എയിംറിയുടെ കീഴിൽ വി ഹാവ് സ്റ്റാർട്ടഡ് അൺസ്കിൽഡ് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാനുള്ള സിസ്റ്റം ആദ്യമായിട്ട്. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ ഒരു പണിയും അറിയാതെ വന്ന അതിഥി തൊഴിലാളികൾ 35-40 ലക്ഷം ഉണ്ട്. അതിലേറെ നമ്മുടെ ഹോസ്റ്റായിട്ടുള്ളവർ ഇവിടെയുണ്ട്. പക്ഷേ അവരെയൊക്കെ തൊഴിൽ മറന്നുപോയി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ പഠിച്ച തൊഴിൽ നിങ്ങളുടെ എംപ്ലോയർ പറയുകയാണ് ഈ വ്യക്തിക്ക് ഇതറിയാമെന്ന് സ്ഥാപിച്ചാൽ, അവിടുത്തെ സൂപ്പർവൈസർ പറയുകയാണ് ഈ വ്യക്തിക്ക് ഇതറിയാമെന്ന് പറഞ്ഞാൽ, അത് ആ വ്യക്തിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ ഇന്ന് കഴിക്കുന്ന പൊറോട്ട അടക്കം ഉണ്ടാക്കുന്നത് ഒരു കലയാണ്. ഇവിടുത്തെ ബിൽഡിങ്സ് ഓരോ പണിയുന്നവരും ഒരു പണിയും അറിയാതെ വന്ന ഒരു വ്യക്തി എക്സ്പീരിയൻസിലൂടെയാണ് നല്ലൊരു സ്കിൽ ലേബറായി മാറി ഇന്ന് നമ്മുടെ എല്ലാ ബിൽഡിങ്സും പണിയുന്നത്. ദാറ്റ് മീൻസ് ഏതാനും വർഷങ്ങൾ കൊണ്ട് ഒന്നും അറിയാത്തൊരു വ്യക്തി പണി പഠിച്ചു. പക്ഷേ അവൻ സ്കൂളിലോ കോളേജിലോ പോകാത്തതുകൊണ്ട് അവന് സർട്ടിഫിക്കറ്റ് ഇല്ല. എന്താണ്? ഇവിടുന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി ആയിട്ട് ഇറങ്ങുന്ന ആൾക്ക് ഒരു കമ്പി വിളയ്ക്കാൻ അറിയില്ല. പക്ഷേ ഇതൊന്നുമില്ലാതെ വന്ന അവർക്ക് ഇത് അറിയാം. പക്ഷേ അവിടെയാണ് നമ്മൾ അൺസ്കിൽഡ് ലേബറിന് വേണ്ടിയുള്ള LCP പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത്, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം തുടങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സിൻ്റെ ഈവൻ്റ്, അത് ഇതിനെക്കുറിച്ചുള്ള പ്രോഗ്രാമാണ്. അങ്ങനെ ഒരുപാട് ഈ ഒരു സെൻറ്ററിൽ നടക്കുന്നത് ഈ കുട്ടികളുടെ മാത്രം ട്രാൻസ്ഫോർമേഷൻ അല്ല, എൻറ്റയർ അവെയർനെസ്സാണ്. കാര്യം ടോട്ടൽ ഇഗ്നറൻസ് ഈസ് ദെയർ എവ്രിവെയർ. അത് തൊഴിൽ മേഖലയിലുമുണ്ട്, പഠന മേഖലയിലുമുണ്ട്, മീഡിയ മേഖലയിലുമുണ്ട്, എല്ലായിടും ഉണ്ട്. ആർക്കും അറിയില്ല. ഇപ്പോൾ ഇന്ന് നിങ്ങളിവിടെ വരുമ്പോൾ ഉണ്ടാവുന്ന നോളജ് അല്ല ഇവിടുന്ന് നിങ്ങൾ പോകുമ്പോൾ വേറൊരു ലോകം നിങ്ങൾ കാണുകയാണ്. ഞാൻ നിങ്ങളെ തെറ്റ് പറയുന്നില്ല. കാര്യം ഞങ്ങളിത് ചെയ്യുന്നത് വി ഓൾവേസ് ട്രാവൽ 5 to 10 years ahead of others. ഇന്ന് വി ആർ വേൾഡ് നമ്പർ 1 in 5 ഫീൽഡ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് മറ്റുള്ളവരെക്കാളും മുന്നിൽ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്. ചിലതൊക്കെ 15 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഞങ്ങൾ വിഷൻ ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 15 വർഷം കഴിയുമ്പോഴാണ് അത് നോർമലി ഇംപ്ലിമെൻ്റ് ആയി വരുന്നത്. അപ്പോൾ അതുപോലൊരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് ഇൻഡിവുഡ്. ഇറ്റ്സ് എ $10 billion പ്രോജക്റ്റ്. ഞങ്ങൾ അന്ന് തുടങ്ങിയ ഈ പ്രോജക്റ്റ് കാരണമാണ് നിങ്ങളൊക്കെ ഇന്ന് ഇന്ത്യയിലെ മികച്ച തിയേറ്ററുകളിലിരുന്ന് സിനിമ കാണുന്നത്. ഒരു സമയത്ത് 2014 ഇന്ത്യയിൽ എവറി ഡേ ഓരോ സ്ക്രീൻ വെച്ച് ക്ലോസ് ചെയ്യുന്നൊരവസ്ഥയിലായിരുന്നു. തിയേറ്ററിലേക്ക് ആരും പോകുന്നില്ല. പ്രൊജക്ഷൻ ക്വാളിറ്റി ബിക്കെയും, കാര്യം ആ ഡിജിറ്റൽ റെവല്യൂഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് കംപ്രസ് ഫോർമാറ്റിലേക്ക് വന്നിട്ട് ഒരു ഫീലും നിങ്ങൾക്ക് തിയേറ്ററിലില്ല. തിയേറ്ററിലൊന്നും ആരും AC ഇടത്തില്ല. അങ്ങനെ വളരെ പരിതാപകരമായ ഒരു സൗണ്ട് ക്വാളിറ്റി ഇല്ലാതെ ആൾക്കാർ തിയേറ്റർ വിട്ടു പോകുന്നൊരു അവസ്ഥയായിരുന്നു. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വാസ് കൊളാപ്സിങ്. ആ സമയത്താണ് ഇന്ത്യവുഡിൻ്റെ ഏതാണ്ട് 100ഓളം ടാർഗറ്റ്സിൽ ഒരു ടാർഗറ്റായിരുന്നു തിയേറ്റർ റെവല്യൂഷൻ. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് അതുവരെ ആരും അവിടെ കയറാതിരുന്ന ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. 5 മാസം കൊണ്ടാണ് ഞങ്ങൾ അതിനെ ട്രാൻസ്ഫോം ചെയ്ത് ഇന്ത്യയിലെ നമ്പർ 1 സ്ക്രീനാക്കി മാറ്റി. ദാറ്റ് ഈസ് ഏരീസ് പ്ലസ്. ഇന്ത്യയിലെ തിയേറ്റർ റെവല്യൂഷന് തുടക്കം കുറിച്ച തിയേറ്ററാണ്. ഇതുപോലൊരു റെവല്യൂഷനാണ് ഞങ്ങളവിടെ ചെയ്തത്. ഞങ്ങൾ തുടങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് 11 സ്ക്രീനേ ഉള്ളൂ. ഇത് കൂടാതെ ഇന്നവിടെ 110ഓളം സ്ക്രീൻസായി. അന്ന് ഞങ്ങളിത് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഡ്യുവൽ 4K തിയേറ്റർ ചെയ്യുമ്പോൾ ബാഹുബലി റിലീസ് ചെയ്യാണ്. ആ സിനിമ തിയേറ്ററിന് വേണ്ടി ആദ്യത്തെ 4K പ്രിൻ്റ് പുറത്തെടുക്കുകയാണ്. ആ 4K പ്രിൻ്റിൽ നിന്ന് തുടങ്ങി അത് കാണിച്ചപ്പോൾ കിട്ടിയ റവന്യൂ 3.5 കോടി ഒരു സ്ക്രീനിൽ നിന്ന് കളക്ട് ചെയ്തപ്പോഴാണ് ഇറ്റ് ബിക്കെയിം ഐ ഓപ്പണർ ഫോർ ദി തിയേറ്റർ ഓണേഴ്സ്. നല്ല ക്വാളിറ്റി പ്രൊജക്ഷനും നല്ല ക്വാളിറ്റി സൗണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ തിയേറ്ററിലേക്ക് വരുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്
അതുപോലെ തന്നെ വിസ്മയ സ്റ്റുഡിയോ ഞങ്ങൾ ഏറ്റെടുത്ത് അവിടെ അറ്റ്മോസ് സൗണ്ട് മിക്സിങ് തുടങ്ങിയതോടുകൂടിയാണ് മലയാളത്തിൽ നിന്ന് ക്വാളിറ്റി പ്രോഡക്ട്സ്, ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലേക്ക് പ്രോഡക്ട്സ് വരാൻ തുടങ്ങിയതും. ദാറ്റ് ബിക്കെയിം ദ റിയൽ റെവല്യൂഷൻ. ഇന്ന് എവറി ഡേ 3-4 സ്ക്രീൻസ് വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് ഇന്ത്യയിൽ. മലയാളം മൂവീസിന് ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റ്സാണ്. ജപ്പാനിലും കൊറിയയിലും ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഈ തിയേറ്റേഴ്സ് തന്നെ, ഇവിടെ തന്നെ നമുക്ക് 3 സ്ക്രീനുണ്ട്. ഈ തിയേറ്റേഴ്സിൻ്റെയൊക്കെ മോർണിംഗ് അവേഴ്സ് നമ്മൾ ഇതുപോലെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി, കാര്യം രാവിലെ 6 തൊട്ട് 8 വരെ മതി നമുക്ക് ഇവർക്ക് ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ ഈ സ്ക്രീൻസ് യൂസ് ചെയ്യാൻ, കാര്യം ഇതൊക്കെ അണ്ടർ യൂട്ടിലൈസ്ഡ് സ്പേസ് ആണ് തിയേറ്റേഴ്സിൻ്റെ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ തുടങ്ങുമ്പോൾ ബോളിവുഡ് 70%, സൗത്ത് ഇന്ത്യ 30% ആയിരുന്നു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ. ഇന്ന് ഞങ്ങൾ സൗത്തിൽ നിന്ന് ഈ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് സൗത്ത് 70% ഓഫ് ഇന്ത്യൻ മൂവി മാർക്കറ്റ് ഷെയർ ആയി, ബോളിവുഡ് 30% ആയി. ദാറ്റ് ഈസ് ദ റെവല്യൂഷൻ. ഓക്കെ, അത് സിനിമ ഇൻഡസ്ട്രി. കാര്യം എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി, എനിക്ക് പാഷനുള്ള ഫിലിം ഇൻഡസ്ട്രി, ഷിപ്പിംഗ് ഇൻഡസ്ട്രി തുടങ്ങിയ എനിക്ക് പാഷനുള്ളിടത്ത് ഞാൻ ഗോ ഡീപ്പ്. ബട്ട് ഓരോ ബില്യണറും ദേ ആർ ഓൾ ഫ്രം ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്. ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി ടു അപ്സ്കിൽ their industry, upgrade their industry, make it in par with the international quality, so that നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം we will start exporting it. ടുഡേ ഞങ്ങളുടെയൊക്കെ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ 90% റവന്യൂ ഈസ് വി ആർ ജനറേറ്റിംഗ് ഫ്രം എബ്രോഡ്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് 500 കമ്പനീസിലെ 60% ഞങ്ങളുടെ ക്ലയൻസാണ്. ഇവരുടെയൊക്കെ വർക്ക് ചെയ്യുന്നത് പകുതി പേര് മലയാളികളാണ്, കുറേ പേര് പുനലൂരുള്ളവരാണ്. 10% സ്റ്റാഫ് ഫ്രം പുനലൂർ. ഇതുപോലുള്ള സ്ഥലത്ത് നിന്ന് ഇവരെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ടോപ്പ് 500 കമ്പനീസിൽ ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റില്ല? പക്ഷേ അതിന് വേണ്ടത് ആ ട്രാൻസ്ഫർമേഷൻ പ്രോസസ് ട്രെയിനിങ് ആണ്. അതാണ് നമ്മൾ ഇവിടുന്ന് തുടക്കം കുറിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ മെയിൻ റോള്, യു ആർ ഓൾ കണക്റ്റഡ്. ബിക്കോസ് ഞാൻ ഇവിടുന്ന് പറഞ്ഞാൽ ഇത്രയും പേരേ കേൾക്കത്തുള്ളൂ. പക്ഷേ വെൻ പീപ്പിൾ ലൈക്ക് യു ടോക്ക്, ഇറ്റ് റീച്ചസ് ടു മില്യൻസ്. ടേക്ക് ഇറ്റ് ആസ് യുവർ റെസ്പോൺസിബിലിറ്റി. ലൈക്ക് കോർപ്പറേറ്റ്സിനകത്ത് CSR പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങളുടെ ലാഭത്തിൻ്റെ 2% കൊടുക്കണം എന്നൊരു സ്കീമുണ്ട്. ഞങ്ങളുടെയൊക്കെ ഈ ഇന്ത്യൻ ബിസിനസ് കുറവായത് കാരണം ഞങ്ങളൊക്കെ CSRലേക്ക് വന്നിട്ട് തന്നെ ഒരു 4 വർഷം മറ്റേ ആയിട്ടുള്ളൂ. അതും വളരെ ചെറിയ തുകയുള്ളൂ. പക്ഷേ നമ്മളൊക്കെ ഈ ചാരിറ്റി അല്ലാതെ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഡെക്കേഡ്സായി. ഞങ്ങളുടെ ടോട്ടൽ ചാരിറ്റി എമൗണ്ടിൻ്റെ ഒരു 5% പോലും വരത്തില്ല നമ്മുടെ CSR ഫണ്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എവറി കമ്പനി. അതുപോലെ തന്നെയാണ് ആസ് എ സോഷ്യൽ ബീയിങ്സ് ഓൾസോ നിങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളും റീച്ചബിലിറ്റിയുടെ പേരിൽ യു ആർ ഓൾസോ ബില്യനേഴ്സ്. നിങ്ങൾ ഒരു വർഷം നിങ്ങളുടെ ഓരോ പോസ്റ്റുകൾ ബില്യൻസിൽ റീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വേ യു ആർ എ ബില്യനർ. അപ്പോൾ നിങ്ങൾക്കും ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഷുവർ ദാറ്റ് certain space of your thing is also contributed to the nation building, not just making money only for you. So what you need to take away from here is keep something to educate. That means the career design program ne kurichu കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുന്നതും ഈ നേഷൻ ബിൽഡിങ്ങിൽ എന്ത് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, എങ്ങനെ നമ്മുടെ എക്കണോമിക് ബക്കറ്റ് ഡ്രെയിൻ ചെയ്യാതിരിക്കുവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ദർ ആർ സോ മെനി തിങ് വി ക്യാൻ ഗൈഡ് യു. ആ സ്പേസ്. അപ്പം നിങ്ങൾ ടേക്ക് എ പോളിസി. നിങ്ങൾ നടത്തുന്ന നമ്പർ ഓഫ് പോസ്റ്റിൻ്റെ 5%, 2%, വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു വർഷം നിങ്ങൾ 1000 പോസ്റ്റ് അല്ലെങ്കിൽ 500 പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടൂടെ? കൂടുതലൊന്നും നിങ്ങളുടെ നിങ്ങൾ ചോദിക്കുന്നില്ല. അപ്പോൾ അത് ടേക്ക് ഇറ്റ് ആസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഈ നേഷൻ ബിൽഡിങ്ങിന് ഞങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതൊരു സാധാരണ ഇന്ത്യൻ പൗരൻ ചെയ്യുന്നതിൻ്റെ 100 ഇരട്ടി 1000 ഇരട്ടിയോ ഒരു ബ്ലോഗർ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വി ഹാവ് എ സീരീസ് ഓഫ് റെക്കഗ്നിഷൻ. ഇന്ത്യവുഡിൻ്റെ കീഴിൽ വി ക്രിയേറ്റഡ് എ ബ്രാൻഡ് ഇന്ത്യവുഡ്. ഇന്ത്യവുഡ് ഈസ് ദ ബ്രാൻഡ് ഇൻ ഇന്ത്യ ഗിവിങ് അവാർഡ്സ് വിതൗട്ട് ടേക്കിംഗ് മണി ആക്ച്വലി. ഇന്നത്തെ കാലത്ത് ഈ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും അവാർഡ് കിട്ടുന്നത്. എനിക്ക് ഒരു മാസം ഒരു 10 പേരെങ്കിലും എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്, ഇത്ര പൈസ അവാർഡ്. ഞാൻ ഇന്ന് വരെ ഒരു അവാർഡ് അങ്ങനെ വാങ്ങിയിട്ടുമില്ല. അല്ലാതെ തന്നെ ദൈവം സഹായിച്ചു ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ അവാർഡ്സ് വെൻ ടു ദാറ്റ് ലെവൽ ദാറ്റ് എനിവൺ ക്യാൻ ബൈ അവാർഡ്. അവിടെയാണ് ഇന്ത്യവുഡ് തീരുമാനിച്ചത് ദിസ് റെക്കഗ്നിഷൻ ഷുഡ് ബി ഗിവൺ വിതൗട്ട് ടേക്കിംഗ് എ സിംഗിൾ പെനി ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗിവൺ ടു എ പേഴ്സൺ ഹൂ ഈസ് റെക്കമെൻഡഡ് ബൈ സമ്മൺ. ദാറ്റ്സ് വൈ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങൾ നേരിട്ട് വന്ന് എനിക്കൊരു അവാർഡ് തരുമോ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതല്ല. യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ യുവർ ഫീൽഡ്. ബിക്കോസ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരോ നിങ്ങളെ റെക്കമെൻഡ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതിരിക്കുന്നതിൽ ബെസ്റ്റ് നിങ്ങളാണ്. അതാണ് ഇന്ത്യവുഡ് എന്ന് പറഞ്ഞ ബ്രാൻഡും ഇന്ത്യവുഡിൻ്റെ ഈ അവാർഡ്സും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് വരെ വിളിച്ചിരിക്കുന്ന ഇന്ത്യവുഡ് അവാർഡ്സിൽ ഒരാൾ പോലും അത് റിജക്റ്റ് ചെയ്തിട്ടില്ല.
കാര്യം എല്ലാവരും അവാർഡ് വാങ്ങുന്നതിന് മുമ്പ് കയറി അതിൻ്റെ ക്രെഡിബിലിറ്റി നോക്കും. വാട്ട് ഈസ് ദ ഹിസ്റ്ററി? ഞങ്ങളിത് കൊടുക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയാണ്, അല്ലാതെ വെറുതെ കുറേ അവാർഡ് ഫംഗ്ഷൻ നടത്താമെന്ന് കരുതിയിട്ടല്ല. ഈ വരുന്നവരെല്ലാം നാളെ ഇൻഡിവുഡിൻ്റെ ഈ ഒരു വിഷൻ, $1 $1 എന്ന് പറയുന്ന നേഷൻ ബിൽഡിങ്ങിൻ്റെ വിഷൻ, അതിനുവേണ്ടി ഉള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ വിളിക്കുന്നതും ഓണർ ചെയ്യുന്നതും. വെൻ ദിസ് $1 $1 ഗോസ് അപ്പ്, ദെൻ നാച്ചുറലി നമ്മുടെ എക്കണോമി 3 times ആകുമ്പം നാച്ചുറലി ദ ടാക്സസ് ആർ ഓൾസോ ഗോയിങ് അപ്പ്. വെൻ ടാക്സസ് ആർ കമ്മിങ്, ഗവൺമെൻറ് ക്യാൻ ഡു സംതിങ്. അല്ലാതെ ഇവിടെ മണി ഗ്രോത്ത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ക്യാൻ ഡു നത്തിങ്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററിനെ മാറ്റിയാൽ ഉടനെ ഈ രാജ്യം മുഴുവൻ മാറും, അങ്ങനെയൊന്നും ധരിക്കരുത്. ഇവിടുത്തെ എക്കണോമി ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഗവൺമെൻറ് അല്ല. ആദ്യം തിരിച്ചറിയൂ, ഗവൺമെൻറ്റിനാകെ ചെയ്യാവുന്നത് അവരുടെ കയ്യിൽ കിട്ടുന്ന ടാക്സ് എമൗണ്ടിന്, ടാക്സ് എന്ന് വെച്ചാൽ 20% അല്ല ഉള്ളൂ. GST നിങ്ങൾ അടിച്ച് 20%, ഓക്കെ, അത് വെച്ചിട്ടുള്ള പ്ലേ അറൗണ്ട്. അതിനകത്ത് നിങ്ങൾ എക്കണോമിക് ഡ്രെയിൻ ഹോൾ വെച്ച് കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾ ഉണ്ടാക്കുന്നത് മൊത്തം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫോറിൻ മണി ബോറോ ചെയ്യുകയാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും കാണത്തില്ല, വീണ്ടും കടം ഈ രീതിയിൽ പോകും. അപ്പോൾ ഇതൊക്കെ മാറണമെങ്കിൽ നമ്മുടെ ഭാരതം വളരണമെന്നുണ്ടെങ്കിൽ, കാര്യം വി ആർ നൗ കോമ്പീറ്റിംഗ് വിത്ത്, നമ്മൾ ഓരോ പടി കയറുമ്പോഴും നമ്മുടെ മുന്നിൽ, നമ്മുടെ തൊട്ടടുത്ത് ഒരു തിമിംഗലമുണ്ട്. അവരുടെ വളർച്ച കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയം ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ ഈ ലോകത്തിൽ 10-30 കൺട്രീസിൽ ഓഫീസുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഓരോ കൺട്രിയിലും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുള്ളത്, അവരുടെ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ തൊട്ടടുത്ത രാജ്യം ചൈനയുടെ ഗ്രോത്ത് ഒരു 40 വർഷത്തിന് മുമ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യയും ചൈന ഏകദേശം ഇൻ പവർ ആയിരുന്നു. അവരവിടുന്ന് ഒരു കയറ്റം കയറിയിട്ട് ഇന്ന് അവർ മൊത്തം കോളനൈസ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. അവിടെ നമ്മൾ പിടിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ അടിമകളായി മാറുന്ന ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ്. അവർ വളരെ സൈലൻ്റായിട്ടാണ് ഈ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ ഹ്യൂമൻ റിസോഴ്സാണ്. ഇത്രയും യങ് ആയിട്ടുള്ള, ഇത്രയും നമ്പേഴ്സിൽ, ചൈനയിലൊക്കെയുള്ള ഈ അവർ പറയുന്ന എണ്ണം പോപ്പുലേഷനൊന്നുമില്ല, അതൊക്കെ ഊതി വീർപ്പിച്ച പോപ്പുലേഷനാണ്. ഇതൊക്കെ നിങ്ങൾ തന്നെ ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഓരോ വർഷവും പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു രാജ്യമാണ് ചൈന. കഴിഞ്ഞ കുറേ ഡേക്കേഡ്സ് ആയിട്ട് ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് വളരെ ChatGPTയോട് ചോദിച്ചാൽ മതി, അത് വെച്ചിട്ടാണെങ്കിൽ ചൈനയുടെ പോപ്പുലേഷൻ ചിലപ്പോൾ 100 കോടി പോലും കാണത്തില്ല. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ വർക്കിംഗ് പോപ്പുലേഷൻ ഈസ് മെനി ടൈംസ് ബിഗർ ദാൻ ചൈന. പക്ഷേ അവിടെ ഈ ഒരു AI വേൾഡിൽ ഇഫ് വി ആർ നോട്ട് അപ്ഡേറ്റിംഗ്, ഇഫ് വി ആർ നോട്ട് അപ്ഗ്രേഡിങ് അവർ ഹ്യൂമൻ റിസോഴ്സ്, നമ്മൾ സ്ലേവ്സ് ആയിട്ട് മാറേണ്ടി വരും, എസ്പെഷ്യലി ഇൻ ദ AI വേൾഡ്. ഇതുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയുള്ള അടുത്ത ജനറേഷനെ കംപ്ലീറ്റ്ലി മോൾഡ് ചെയ്യുന്ന ഈ പ്രോസസ്സിലേക്ക്, ഈ ഒരു ഡ്രൈവിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് ഇന്നിവിടെ വന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുള്ള കണ്ടൻറ്റ്സ് വി വിൽ പ്രൊവൈഡ്. പ്ലീസ് നിങ്ങളുടെ ടൈം അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് എത്തിച്ചാൽ ഒരുപക്ഷെ ഇതുപോലുള്ള ക്ലാസ് റൂംസിന് വേണ്ടി നമ്മൾ 5 വർഷം കാത്തിരിക്കേണ്ടി വരത്തില്ല. ഒരു വർഷത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ അങ്ങോളമുള്ള എല്ലാ സ്ഥലത്തും ആരെങ്കിലുമൊക്കെ തുടങ്ങും. അത് നിങ്ങളുടെ ഹൗ പവർഫുൾ യു ആർ പുട്ടിങ് ഇറ്റ് ഇൻ ടു അവരുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന പോലെ ഇരിക്കും. അവിടെ നിങ്ങളുടെ ഒരു നല്ല പോസ്റ്റിലൂടെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു സിസ്റ്റം കൂടി കൊണ്ടുവന്നാൽ, കാര്യം ഇനി ഇതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്താൽ മതി. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ കോപ്പി എടുത്ത് പോയി കഴിഞ്ഞാൽ, കാര്യം നിങ്ങളൊക്കെ പല സ്ഥലത്തു നിന്നാണ് വരുന്നത്, നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കുട്ടികൾക്കോ നാളെ ഇതുപോലൊരു ഫെസിലിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടം വരെ വരാൻ പറ്റില്ല. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഉണ്ടാവണം. അവിടെ ഉണ്ടാകണമെങ്കിൽ അവിടെ ഇതുപോലെ ഏതെങ്കിലും ഒരു കമ്പനി ഇറങ്ങിത്തിരിക്കണം. അവർ ഇതുപോലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ഇതിനധികം സ്ഥലമൊന്നും വേണ്ട. ഒരു 7500 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ 5000 പേരെ നമുക്ക് ട്രെയിൻ ചെയ്യാം. അതിനൊന്നും അധികം ഇത് സെറ്റപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ആകെ 2 മാസം സമയം എടുത്തുള്ളൂ. മാക്സിമം 3 months. നമ്മളിത് പ്രോജക്റ്റ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് കൺസ്ട്രക്ഷന് 2 months കൊണ്ടാണ് നമ്മൾ അടിച്ചു തീർത്തത്. അപ്പോൾ മാക്സിമം 3 months വെച്ചുള്ളൂ. 3 months ആൻഡ് 7500 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെങ്കിൽ 150, ഇവിടെ ഒരു 100 പേരുടെ ക്ലാസ് റൂമാണ്, അപ്പുറത്ത് 50 പേരുടെ ക്ലാസ് റൂമുണ്ട്, സ്റ്റുഡിയോ ഉണ്ട്, കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, എക്സാം സെൻറ്റർ ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇത്രയും മതി. നമുക്ക് ലൈബ്രറി ഉണ്ട്, കണ്ടൻറ് ക്രിയേഷൻ സെൻറ്റർ ഉണ്ട്. ഇത്രയും ഫെസിലിറ്റി മതി ഓരോ സെൻറ്ററിലും. നമ്മുടെ ലക്ഷ്യം എല്ലാ നിയോജക മണ്ഡലത്തിലും ഒരു സ്ഥാപനം വേണം. അതിന് ഏതെങ്കിലും ഒരു കമ്പനി ഇറങ്ങിത്തിരിക്കണം. അവരുടെ കയ്യിൽ ഓൾറെഡി ഇതുപോലുള്ള സ്പേസ് ഉണ്ടാവും. കാര്യം മിക്കവാറും എല്ലാ മെയിൻ ബിസിനസ് ഓണേഴ്സിനും ബിസിനസ് ലെജൻസിനും അവരുടെ പ്രൈം സ്ഥലത്ത് ബിൽഡിങ്സ് ഉണ്ടാവും. അതിനകത്തുനിന്നൊരു 7500 സ്ക്വയർ ഫീറ്റും കുറച്ച് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
ഇതുപോലെ സെൻറ്റർ ഉണ്ടാക്കാൻ പറ്റും. അതിന് നിങ്ങളുടെ ഒരു പോസ്റ്റായിരിക്കും മതിയാവുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഇത് നമ്മളുടെ നാടിൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറ്റുക. ഇൻഡിവുഡിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറാൻ ഇൻഡിവുഡ് ബില്ലിനേഴ്സ് ക്ലബിൻ്റെ ഹെഡ് എന്ന നിലയിലും ഈ പ്രോജക്റ്റ് കൺസീവ് ചെയ്ത വ്യക്തി എന്ന നിലയിലും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഒപ്പം ഈ അവാർഡിന് വന്നതിൽ സംഘാടകൻ എന്ന പേരിലും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു.